ഹരി ഓം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനവും താരകാസുര നിഗ്രഹവുമാണ്. ശ്രീ പാർവതി ദേവിയെ ശ്രീ പരമേശ്വരൻ പരിണയിക്കുന്ന ചടങ്ങിൽ പങ്കുകൊണ്ട് അവരെ അനുഗ്രഹിക്കാനായി 33 കോടി ദേവതകളെയും അതേപോലെ ഭൂലോകവാസികളെയും പാർവതി ദേവിയുടെ പിതാവായ ഹിമവാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ബ്രഹ്മദേവൻ അമ്പരന്നു പോയി. കാരണം ഇവരെല്ലാം ഹിമവൽ പാർശ്വത്തിൽ ഒത്തുകൂടുമ്പോൾ ആ ഭാരത്താൽ ഉത്തരദിക്കെങ്ങാനും ചെരിയുമോ എന്നായിരുന്നു സംശയം. ഈ വിവരം നാരദരോട് പറഞ്ഞു. അപ്പം നാരദ മഹർഷി പറഞ്ഞു, ആ സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന്. എന്താണ് അതിനെ പ്രതിവിധി? നാരദ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു പ്രതിവിധി ഉണ്ട്, പക്ഷേ അല്പം ബുദ്ധിമുട്ടുള്ളതാ. അഗസ്ത്യമുനി ദക്ഷിണദേശത്തിരുന്നാൽ ഈ പ്രതിവിധിക്ക് ഒരു ഉപശാന്തിയാവും. അല്ല നാരദരെ, അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കുകൊള്ളേണ്ട ഒരു പ്രധാനിയല്ലേ, എങ്ങനെ അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടും? ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് അഗസ്ത്യമുനിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതിനായി നാരദ മഹർഷി അഗസ്ത്യമുനിയെ കാണാനായി അഗസ്ത്യാശ്രമത്തിലെത്തി. എല്ലാ കാര്യവും മുനിയെ പറഞ്ഞ് ധരിപ്പിച്ചു. മറ്റ് പോംവഴികളൊന്നും ഇല്ലാത്തതിനാൽ അങ്ങനെ തന്നെ ആവാം എന്ന് പറയാനേ മുനിക്കായുള്ളൂ. പക്ഷേ മുനിഭക്തിയായ ലോപമുദ്രയ്ക്ക് ഇതിഷ്ടപ്പെട്ടില്ല. സർവ്വലോകനിവാസികളും ആ പരിണയ ചടങ്ങും കണ്ട് ആനന്ദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം മാനത്ത് നോക്കിയിരിക്കണം അല്ലേ ദേവർഷി എന്നവർ ചോദിച്ചു. എല്ലാം നല്ലതിനു വേണ്ടി എന്ന് സമാധാനിച്ചുകൂടെ ദേവി എന്ന് നാരദ മഹർഷി. ഇനി ഇതിനേക്കാൾ വലിയൊരു ആഘോഷം ഇവിടെ വെച്ച് നടക്കാൻ യോഗമുണ്ടെങ്കിലോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നാരദർ പറഞ്ഞു. അങ്ങനെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മഹേശ്വരൻ പാർവതിയെ വേളി കഴിക്കണം. ആ രംഗം ദർശിക്കാനായി ക്ഷണിതാക്കളെല്ലാം തീർത്ഥസ്ഥാനത്തെത്തിയ നേരം ബ്രഹ്മദേവൻ ശങ്കിച്ച പോലെ തന്നെ സംഭവിച്ചു. ഭൂമി മെല്ലെ മെല്ലെ വടക്കോട്ട് ചെരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ അഗസ്ത്യമുനി തൻ്റെ പത്നിയെ വാമഭാഗത്തിരുത്തി ദേവിയുടെ ചുമലിൽ മെല്ലെ കൈത്തണ്ട ഊന്നി. അങ്ങനെ വടക്കോട്ട് ചെരിയാൻ തുടങ്ങിയ ഭൂമിയെ സമനിലയിൽ നിർത്തി മുനിയും മുനിഭക്തിയും ധ്യാനത്തിലാണ്ടു. അവർ ധ്യാനം ഉണർന്നു നോക്കുമ്പോൾ ബ്രഹ്മദേവനും നാരദ മഹർഷിയും മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെയും നിർബന്ധിച്ച് ഇരുത്തിയതിന് ബലമുണ്ടായി. ഞങ്ങൾ ചടങ്ങുകളൊന്നും കഴിയാൻ കാത്തു നിന്നില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. കൈലാസനാഥനെ അകമഴിഞ്ഞ് ആരാധിക്കുന്ന അങ്ങയ്ക്കും പത്നിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ മനസ്താപമുണ്ടെന്നറിയാം. അതിനൊരു ഉപശാന്തിയുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ലോകനന്മയ്ക്കായാണ് മഹേശ്വരൻ പർവ്വതനന്ദിനിയെ വേലി കഴിക്കുന്നത്. അവർക്ക് ജനിക്കാൻ പോകുന്ന കുമാരനാണ് താരകാസുരനെ വധിക്കാനായി നിയോഗം ഏറ്റിരിക്കുന്നത്. അതിനായി പാർവതി പരമേശ്വരന്മാർക്ക് ദാമ്പത്യ സൗഖ്യത്തിനും സന്താന ഭാഗ്യത്തിനുമായി അപത്യഹോമം ഒരുക്കണം. അതിന് ദീക്ഷ ഏൽക്കുന്നത് അഗസ്ത്യ ദമ്പതികളാണ്. ഒരു മണ്ഡലകാലം മുഴുവനും ഉമാമഹേശ്വരന്മാർ അവിടെ ഉണ്ടായിരിക്കും. ദേവിയുടെ പുംസവന ചടങ്ങ് ഇവിടെ വെച്ചായിരിക്കും ആഘോഷിക്കുന്നത്. അതും പരിണയ ചടങ്ങിനേക്കാൾ ഉത്സവതിമർപ്പോടെ. നേരത്തെ ദേവർഷി ദേവി ലോപമുദ്രയോട് പറഞ്ഞിരുന്ന പോലെ തന്നെ പരിണയത്തേക്കാൾ വലിയൊരു ആഘോഷം ഇവിടെ വെച്ച് നടക്കാനിരിക്കുന്നു എന്ന്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ശിവപാർവതിമാർ അഗസ്ത്യാശ്രമത്തിൽ എത്തി. ബ്രഹ്മാവ് നിർദ്ദേശിച്ച പ്രകാരം മഹേശ്വര ദമ്പതികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അഗസ്ത്യമുനി അപത്യഹോമം നടത്തി. മുനിയുടെ യജ്ഞം ബലമുണ്ടായി. ശ്രീ പാർവതി ഗർഭിണിയായി. അങ്ങനെ താരകാസുരനെ വധിക്കാൻ നിയോഗമേറ്റിരുന്ന കുമാരൻ സുബ്രഹ്മണ്യസ്വാമി ജനിച്ചു. ദാമ്പത്യ സൗഖ്യത്തിനും
സന്താനഭാഗ്യത്തിനുമായി അഗസ്ത്യമുനി അന്നൊരുക്കിയ പൂജാഹോമാദികളെ അനുസ്മരിച്ചാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വരി സന്നിധിയിൽ പള്ളിയറ പൂജ നടത്തുന്നത് എന്നാണ് വിശ്വാസം. ദമ്പതി പൂജയ്ക്ക് അത്യുത്തമമായ സ്ഥലമായി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തെ കണക്കാക്കുന്നുണ്ട്. അവിടുത്തെ ഉത്സവത്തിന് ഒരു കഥയുണ്ട്. താരകാസുരനെ നിഗ്രഹിക്കാൻ തയ്യാറായ ശ്രീമുരുകൻ അവസാനം യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ ദേവഗണങ്ങൾ അദ്ദേഹത്തെ ആഘോഷത്തോടെ എതിരേറ്റ് നഗരപ്രദക്ഷിണമൊക്കെ നടത്തി. ആ സമയത്തെ മുരുകൻ്റെ അരുളപ്പാടനുസരിച്ച് ക്ഷേത്ര പ്രതിഷ്ഠയോടെ തന്നെ ഉത്സവം ആഘോഷിക്കണമെന്നും തീരുമാനിക്കണം. ഇനി സുബ്രഹ്മണ്യസ്വാമിക്ക് അനേകം പേരുകളുണ്ട്, മുഴുവനായി ഇവിടെ പറയുന്നില്ല. ശിവപാർവതിമാർക്ക് കുമാരനായതുകൊണ്ട് കുമാരനെന്നും, എല്ലാ വിജയങ്ങളും നൽകുന്നതുകൊണ്ട് നെറ്റിവേൽ മുരുകനെന്നും, 6 മുഖങ്ങൾ ഉള്ളതുകൊണ്ട് ആറുമുഖനെന്നും പറയുന്നു. പിന്നെ കൊടിയടയാളം പൂവങ്കോഴി ആയതുകൊണ്ട് ശേവൽ കൊടിയനെന്നും, ഗുഹകളിൽ താമസിക്കുന്നവനായതുകൊണ്ട് ഗുഹൻ എന്നും, തൻ്റെ പിതാവിനെ പ്രണവമന്ത്രം ഉപദേശിച്ച് നൽകിയതുകൊണ്ട് സ്വാമിനാഥനായി, 6 കൃത്തികകൾ എടുത്തു വളർത്തിയതുകൊണ്ട് കാർത്തികേയനായി, സുന്ദരനായതുകൊണ്ട് മുരുകനെന്നും, കയ്യിൽ വേൽ ഉള്ളതുകൊണ്ട് വേലായുധനെന്നും, പിന്നെ പാണിയിൽ ദണ്ടുള്ളതിനാൽ ദണ്ഡപാണിയെന്നും, ദേവന്മാരുടെ സേനാപതിയായതിനാൽ ദേവസേനാപതി എന്നും പറയുന്നു. രാധേ കൃഷ്ണ.